ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പാൻ കേക്ക് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് നമുക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാലും. ഇപ്പം നിങ്ങൾ വിചാരിച്ചു എന്താ 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ട് 2 കപ്പ് ഒഴിച്ചെന്ന്? അത് 1/4 കപ്പായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പിൽ 2ആയിട്ട് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ 1/2 കപ്പിൽ തന്നെ എടുക്കുക. നന്നായി മിക്സ് ആകട്ടെ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ, ആ ഒരു പരുവം വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്നായി കട്ടകളൊക്കെ മാറി നന്നായി നമ്മുടെ ഇത് കണ്ടത് ഇങ്ങനെ റിബൺ പരുവം പോലെ ആകുന്ന രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ആകട്ടെ. മിക്സ് ആയതിനു ശേഷം നമുക്കൊരു പാൻ വയ്ക്കാം. പാനിലേക്ക് ഞാൻ ബട്ടർ തൂക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് ഒരു തവി ബാറ്റർ നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്ലെയിമിലിട്ട് വേണം കുക്കാക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇല്ലെങ്കിൽ കരിഞ്ഞ പാൻ കേക്ക് തിന്നേണ്ടി വരും. ഇനി ഒരു സൈഡ് കുക്കാവുമ്പോൾ നമുക്ക് മറിച്ചിടാം. 2 സൈഡും നന്നായിട്ടൊന്ന് കുക്കാകട്ടെ. ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. പാൻ കേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതേപോലെ എല്ലാ പാൻ കേക്കും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പാൻ കേക്ക് ഞാനൊന്ന് കളറാക്കാൻ വേണ്ടി കുറച്ച് ചെറിയൊക്കെ ഇട്ട് 1 സ്പൂൺ ഹണിയൊക്കെ അതിൻ്റെ പുറത്തൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ സെർവ് ചെയ്തത്. ഈ ഒരു ഡിഷ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഇല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.